ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നാട്ടിലേക്ക് പോകുമ്പോൾ ഷോപ്പിങ്ങും നാട്ടിലേക്ക് പോകുന്ന വിശേഷങ്ങളുമൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ പോകുന്ന വഴിയിൽ എനിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന പാട് പോകുന്നതുകൊണ്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അബുസൈദിൽ പോയിട്ട് സുബു വാങ്ങിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾക്ക് 3 പേർക്കും ഒരുപോലെ ഇഷ്ടമുള്ളൊരു സാധനം കേട്ടോ. അത് അടിപൊളി ടേസ്റ്റാണ്, സ്വീറ്റാണ് സംഭവം, നല്ല അടിപൊളി ടേസ്റ്റാണ്. ദിവസത്തൊക്കെ വീഡിയോ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഉച്ചന് സാധാരണ തന്നെ കുറച്ച് ഡ്രസ്സ് എടുക്കണം, ആക്സസറീസ് എടുക്കണം, അങ്ങനെ കുറച്ച് സ്വീറ്റ്സൊക്കെ വാങ്ങിക്കണം, അത്രേ ഉള്ളൂ. സ്വീറ്റ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സ്വീറ്റ് ബസാറിൽ പോയത്. അവിടുന്ന് കുറച്ച് സ്വീറ്റ്സൊക്കെ വാങ്ങിച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങി. പിന്നെ എനിക്ക് ബാഗ് നോക്കാൻ വേണ്ടിയിട്ട് പോയി. ഇത് ഇവിടെ തന്നെയുള്ള 25 റിയാൽ ഷോപ്പാണ് കേട്ടോ. നമ്മൾ ഓൾമോസ്റ്റ് എന്ത് സാധനം എടുത്താലും, ഇപ്പോൾ ഡ്രസ്സ് ആയിക്കോട്ടെ, ബാഗ് ആയിക്കോട്ടെ, എന്ത് സാധനം എടുത്താലും 25 റിയാലേ ഉള്ളൂ. അങ്ങനെ ഞാൻ ഈ ലാസ്റ്റ് കാണിച്ച ഒരു വൈറ്റ് ബ്രൗൺ കോമ്പിനേഷനിലുള്ള ബാഗായിട്ട് സെലക്ട് ചെയ്ത് ഞാൻ അവിടുത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ പിന്നെ റൂമിൽ പോയി. ഇത് നെക്സ്റ്റ് ഡേ എടുത്തൊരു വീഡിയോ ആണ്. ഫൈനൽ ലുക്ക് പോയപ്പോൾ അതും പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു ചെരുപ്പ് വാങ്ങിക്കാനുണ്ടായിരുന്നു, പിന്നെ ചുരുന്ന ടീഷർട്ട് വാങ്ങിച്ചു. അങ്ങനെ അത് കഴിഞ്ഞ് ആ ടീഷർട്ടേക്ക് പാൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മജാൻ പാർക്കിൽ പോയി, അടുത്ത മാക്സിൽ പോയി. അവിടുന്നാണ് ഓൾമോസ്റ്റ് ചുരുന്നുള്ള പാൻസൊക്കെ കിട്ടാറ്. അപ്പോൾ നേരെ അവിടെ പോയി. അപ്പോൾ അവിടുന്ന് ടീഷർട്ടിന് ഓഫർ കണ്ടപ്പോൾ അവിടുന്ന് 2-3 ടീഷർട്ടും കൂടെ എടുത്തിട്ട് ആൾക്ക് ഒരു സിമ്പിളായിട്ടുള്ളൊരു ബാങ്കിളും ചെയിനും കൂടെ കണ്ടപ്പോൾ അതും കൂടെ എടുത്തുട്ടാ. പിന്നെ അവൾക്കുള്ള ഷോക്സും, പിന്നെ അതും കൂടെ വാങ്ങിച്ച് ഞങ്ങൾ നേരെ റൂമിലോട്ട് പോന്നു. പിന്നെ നെക്സ്റ്റ് ഡേ അത് കഴിഞ്ഞ് പോകുന്ന ദിവസം എടുത്തൊരു വീഡിയോ ആണ്. ഇത് രാവിലെ തന്നെ തലേ ദിവസം ഫുൾ പാക്കിംഗ് ഒക്കെ ആയതുകൊണ്ട് കിടക്കാൻ ലേറ്റ് ആയതുകൊണ്ട് എഴുന്നേൽക്കാനും ലേറ്റായി. ചാടിക്കാൻ വേണ്ടി ഞങ്ങൾ ജസ്റ്റ് അവിടെ അടുത്തുള്ള പാർക്കിലൊക്കെ പോയിരുന്നു, ചായയൊക്കെ കുടിച്ചു. ഒരു 2 മണിയായപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി കേട്ടോ. കാരണം പോകുന്ന വഴിയിൽ ക്ലിനിക്കിൻ്റെ ഫ്രണ്ടിൽ നിന്ന് സൗദാനെ പിക്ക് ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ അവളെയും കൂടെ വിളിച്ചിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് പോയത്. അങ്ങനെ എയർപോർട്ടൊക്കെ എത്തി. പിന്നെ പ്രാവശ്യം പോകുമ്പോൾ കുറച്ച് ടെൻഷനുണ്ട്, കാരണം കഴിഞ്ഞ പ്രാവശ്യം പോകുമ്പോൾ അലിക്ക കൂടെ ഉണ്ടായിരുന്നു, പ്രാവശ്യം അലിക്കില്ല. മെയിനായിട്ട് പോകാൻ കാരണം ഞാൻ ഇപ്പോൾ വന്നിട്ട് 3 മാസമായിട്ടുണ്ടായിരുന്നുള്ളൂ. മെയിനായിട്ട് പോകാൻ എന്തായാലും ആളുടെ വെക്കേഷനിൽ പോകണമെന്നുണ്ടായിരുന്നു. പിന്നെ അതിന് മുമ്പ് കസിൻ്റെ ഒരു മാരേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 15 ദിവസം കൂടെ വെച്ചാൽ ലീവ് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ്.
മിച്ചുവിന് കുറച്ച് ഇവിടെ നിന്നാൽ നാട്ടിൽ പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡാണ്. അതുപോലെ കുറച്ച് നാട്ടിൽ നിന്നാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞാലും ഭയങ്കര എക്സൈറ്റഡാണ്. അവൾക്ക് സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് നിൽക്കുന്ന വലിയ ഇഷ്ടമൊന്നുമില്ല. കറക്റ്റ് ഫ്ലൈറ്റ് ടൈം 4 മണിക്കായിരുന്നു. പിന്നെ അബഹയിൽ ജിദ്ദയ്ക്ക് 1 hour ട്രാവൽ. പിന്നെ അവിടെ ഒരു 2 hour അടുത്ത് വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. പിന്നെ 7:30 ആ ടൈമിലായിരുന്നു കേട്ടോ ഫ്ലൈറ്റ്. എല്ലാ തവണയും വിൻഡോ സീറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് അവിടെ സ്റ്റിയർ ചെയ്തു. പിന്നെ എല്ലാവരും കയറ്റി ഒരു അരമണിക്കൂർ മുമ്പ് കയറ്റിൽ തുടങ്ങുമല്ലോ ഫ്ലൈറ്റിൽ. അപ്പോൾ അതൊക്കെ കയറ്റി കഴിഞ്ഞ് വരുന്ന ഫ്ലൈറ്റ് എടുക്കുമ്പോഴേക്ക് ആളുറങ്ങും. അത് എല്ലാ പ്രാവശ്യം ഉണ്ടാകും. അപ്പോൾ ഞാൻ ഒന്നും കാണാറില്ല എന്ന് പറഞ്ഞിട്ടുള്ള സങ്കടമാവട്ടെ എല്ലാ പ്രാവശ്യം. അപ്പോൾ ഇപ്രാവശ്യം അതൊക്കെ തീർന്നു. പിന്നെ ഫ്ലൈറ്റിൽ നമുക്ക് ഒരു ബോട്ടിൽ വെള്ളം ജ്യൂസൊക്കെ ഇട്ടായിരുന്നു. എല്ലാ പ്രാവശ്യം ഇങ്ങനെ ആ വിൻഡോയിൽ നമുക്ക് റൂട്ട് കാണാറുണ്ടെങ്കിലും പക്ഷെ ഇങ്ങനെ ഒരു വ്യൂ ഒക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഓർബിറ്റ് വ്യൂ, വിൻഡോ വ്യൂ, അതുപോലെ തന്നെ നമ്മൾ ഓവർ ഹെഡ് വ്യൂ, അങ്ങനെ പിന്നെ കോക്പിറ്റ് വ്യൂ, പല കുറേ വ്യൂസ് കണ്ടു കേട്ടോ. കാരണം കോക്പിറ്റ് വ്യൂ ഒക്കെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇനി ഉണ്ടാവില്ലെന്ന് അറിയില്ല, പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. പക്ഷെ അതൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ശരിക്കും ഒരു വ്യൂ കാണുമെന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളവിടെ ആ ഫ്രണ്ടിൽ ഇരിക്കണ പോലെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ജിദ്ദ എയർപോർട്ടിലെത്തി. ഈ ഒരു 1 hour പെട്ടെന്ന് എത്തും. പക്ഷെ അവിടുന്ന് ജിദ്ദയിൽ നിന്ന് നമ്മൾ കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റാണ്. അപ്പോൾ 6 hour ശരിക്കും ബോറടിക്കും. നമ്മളെ കൂടെ വേറെയും കുറേ ഫാമിലീസ് ഉണ്ടായിരുന്നു കേട്ടോ. എനിച്ചോനെ അവിടെ നിന്ന് ഒരു ഫ്രണ്ടിനെ കിട്ടി. പിന്നെ അവരുടെ ഏജിലുള്ളവർ പെട്ടെന്ന് സെറ്റ് ആവുമല്ലോ. അങ്ങനെ അവിടുത്തെ എല്ലാ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫ്ലൈറ്റ് കയറി. നമുക്ക് കയറി പാടെ ഒരു വെറ്റവലും ഹെഡ്സെറ്റൊക്കെ കൊണ്ടുതരും കേട്ടോ. ഇതായിരുന്നു കേട്ടോ നമുക്ക്
ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയ ഫുഡ് ബീഫ് ബിരിയാണി ഉണ്ടായിരുന്നു, പിന്നെ ഒരു പുഡിങ് ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് വെജീസ് സലാഡ് പോലെ ഉണ്ടായിരുന്നു, ജ്യൂസ്, ബണ്ണ്, ഒരു ബട്ടർ, ഇത്ര ഐറ്റംസ് ആയിരുന്നു. പിന്നെ ഒരു ബോട്ടിൽ വെള്ളം. ഫുഡൊക്കെ നല്ല അടിപൊളി ഫുഡായിരുന്നു. പിന്നെ ഞാൻ ബീഫൊന്നും കഴിക്കാത്തതുകൊണ്ട് അത് മാത്രം ബാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഗ്ലാസ് ടീ അല്ലെങ്കിൽ കോഫി കൊണ്ടുവന്നിരും. കോഫി 5. പ്രത്യേകിച്ച് ആവശ്യമുണ്ടായിട്ട് വാങ്ങിച്ചൊന്നുമല്ല. പിന്നെ അവർ തരുന്ന ക്രീമറും ഷുഗറും ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ട് എങ്ങനെ ആവും എന്നറിയാൻ വേണ്ടിയിട്ട് മാത്രം വാങ്ങിച്ചത്. പക്ഷെ ഞാനല്ല കേട്ടോ വാങ്ങിച്ചത്, വാങ്ങിച്ചാൽ വേറെയാണ്. ആളുടെ എക്സ്പ്രഷൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളത്.